ക്ഷേത്രങ്ങളുടെ ഐതിഹ്യമാഹാത്മ്യവും ചരിത്രമഹിമയും ഭക്തഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന സവിശേഷ പരിപാടിയിലേക്ക് സകലമാന ഭക്തസജ്ജനങ്ങളെയും സാദരം സ്വാഗതം ചെയ്യുന്നു. മലപ്പുറം ജില്ലയിലെ പ്രകൃതിരമണീയമായ കൊടികുത്തിമലയുടെ താഴ്വാരത്തിൽ താഴേക്കാട് ഗ്രാമത്തിൻ്റെ നിറചൈതന്യമായി നിലകൊണ്ടിടുന്ന ശ്രീ വളാകുറിശി മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. 2 ഏക്കറിനടുത്ത് വരുന്ന ക്ഷേത്രഭൂമിയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാന്തമൂർത്തിയായി ശക്തി പഞ്ചാക്ഷരിയിൽ അന്തർഭവിച്ച ശിവകുടുംബമായാണ് ഭഗവത് ചൈതന്യം ശ്രീലകത്ത് വിളങ്ങുന്നത്. രണ്ടായിരം വർഷത്തിലേറെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നത്. ശ്രീരാമനാൽ ഉപാസിക്കപ്പെട്ട ശിവചൈതന്യത്തെ പിൽക്കാലത്ത് രാജാവിനാൽ പ്രതിഷ്ഠിക്കാനിടവരികയും രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അവർ ബ്രാഹ്മണർക്ക് നടത്തിപ്പിനായി ഏൽപ്പിച്ചു കൊടുത്തു എന്നുമാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ വിഷ്ണു പ്രീതിക്കായി മുൻകാലങ്ങളിൽ പുണർദം നാളിൽ വാരം നടന്നിരുന്നതിനാൽ എല്ലാ 30 വ്യാഴാഴ്ചയിലും വിഷ്ണു പൂജ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ഈ പൂജ അഭീഷ്ട കാര്യസിദ്ധിക്ക് ഏറെ ഫലമുള്ളതിനാൽ ധാരാളം ഭക്തരാണ് വിഷ്ണു പൂജ വഴിപാടായി നടത്തിവരുന്നത്. ക്ഷേത്ര ശ്രീകോവിലിനോട് ചേർന്ന് തെക്കോട്ട് ദർശനമായുള്ള ഗണപതി പ്രതിഷ്ഠ ഏറെ പ്രാധാന്യമുള്ളതും അപൂർവവുമാണ്. എല്ലാ മലയാള മാസം 1-ാം തീയതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നുവരുന്നു. വളരെയധികം ഫലസിദ്ധിയാണ് ഈ ഗണപതി ഹോമത്തിന് എന്നതുകൊണ്ട് തന്നെ അനേകം ഭക്തർ ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വഴിപാടായി നടത്തിവരുന്നു. ക്ഷേത്ര ശ്രീകോവിലിലെ മനോഹരമായ കൊത്തുപണികളും നാലമ്പലത്തിലെ കൽത്തൂണുകളും ആരെയും ആകർഷിക്കുന്നവയാണ്. ഭക്തർ മനസ്സർപ്പിച്ച് ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഓം നമഃ ശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രാർച്ചന കൊണ്ട് രോഗശാന്തിയും ദാമ്പത്യ ഐശ്വര്യവും സന്താനലബ്ധിയും മംഗല്യഭാഗ്യവും എല്ലാ ഭക്തർക്കും കൈവരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഈ നാമജപത്തിൽ പങ്കുചേരുന്നത്. എല്ലാ 30 തിങ്കളാഴ്ചകളിലും മഹേശ്വരനും ഉമയ്ക്കും യഥാക്രമം ഇടം വലം എന്ന സങ്കല്പത്തിൽ നടത്തുന്ന ഉമാമഹേശ്വര പൂജ മംഗല്യഭാഗ്യത്തിനും ദമ്പതികളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ഏറെ ഉത്തമമായി കാണുന്നു. ഉപദേവന്മാരായി ശ്രീ അയ്യപ്പനും നാഗദൈവങ്ങളുമാണ് പ്രതിഷ്ഠ. മഹാശിവരാത്രിയും തിരുവാതിര മഹോത്സവവും അതിവിപുലമായാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. മേടമാസം 8-ാം തീയതിയാണ് ക്ഷേത്ര ഉത്സവത്തിന് കൊടി കയറുന്നത്. മേടം 10-ാം തീയതിയാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിനം. 1000 പറ നെല്ല് പാട്ടം കിട്ടിയിരുന്ന ഒരു പ്രതാപകാലം ക്ഷേത്രത്തിനുണ്ടായിരുന്നു. ഈ വലിയ പത്തായപ്പുര ആ നെല്ല് സൂക്ഷിക്കുവാൻ വേണ്ടി നിർമ്മിച്ചതാണ്. ഈ മഹാക്ഷേത്രം ഇന്ന് പഴയ പെരുമയും പ്രൗഢിയും വീണ്ടെടുക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഭഗവത് അനുഗ്രഹം ലഭിക്കുവാൻ ഭക്തർക്ക് ജീവിതത്തിൽ ഒരു തവണ ലഭിക്കുന്ന അവസരമാണ് ഈ ക്ഷേത്ര ജീർണോദ്ധാരണത്തിലെ പങ്കാളിത്തം. ഓം നമഃ ശിവായ.